ഹായ്, എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ നീട്ട് പല്ല് കഴിച്ചു, ചായ ഉണ്ടാക്കി, ചുക്കുവെള്ളം ഉണ്ടാക്കി, അരി അടുപ്പത്ത് കഴുകിയിട്ടുണ്ട്, തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീലക്ഷ്മി ഇതാ നീട്ടിട്ടില്ല, കിടന്നുറങ്ങുകയാണ്. എനിക്കാൻ കുറേ നേരമായി പറയുന്നു. അപ്പോൾ വലിയൊരു പ്രയാസത്തിലാണ്. കാരണം അമ്മയ്ക്കും ഈ പറഞ്ഞ മാതിരി ആങ്ങളെ പണിക്ക് പോകാതിരിക്കുകയാണ്. അപ്പോൾ അവന് ഊരവേദന, കാലുവേദന എന്നൊക്കെ പറഞ്ഞ അമ്മേൻ്റെ കട്ടിലിൽ ഒരു സൈഡിൽ അവനും ഒരു സൈഡിൽ അമ്മയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഇവനെന്തും പറയാൻ പറ്റൂല. പണിക്ക് പോകാതിരിക്കാനേനോ അല്ലെങ്കിൽ പിന്നെ എന്താണേലും ഇവനെ മാത്രം ചീത്ത പറയുന്ന അമ്മയ്ക്ക് പറ്റൂല. അപ്പോൾ ചെറുപ്പത്തിൽ ഒന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് വളർത്തിയതും കൊണ്ടുള്ള ദോഷമുണ്ട്. പിന്നെ എന്തെങ്കിലും കാരണം കിട്ടിക്കഴിഞ്ഞാൽ പണിക്കെന്തെങ്കിലും പോകില്ല, ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കും. അപ്പോൾ പിന്നെ അമ്മയ്ക്കും വയ്യ, അമ്മേനെ നോക്കാനും വേണം ആൾ. അവിടെ ആളുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അടുക്കളയിൽ പണി ഉണ്ടാവും. ഇവരെ മാത്രം നോക്കിയിരുന്നാൽ പോരല്ല. ഇവിടെ നിർത്തുക എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ രാവിലെ പോകും, ഞാൻ വൈകുന്നേരം 7 മണിയാവും വരണമെങ്കിൽ. കുട്ടി 4 മണിയാവും. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ച് പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും പറയും. ഞാൻ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ, അത് എടുത്ത് കഴിക്കാൻ കഴിയുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ തന്നെ അവർക്ക് കിടക്കാൻ സ്ഥലമില്ല, അവരെന്നെ ഒരു ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത്. പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി ചെറിയമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവന് കുറേ ദിവസമായിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കലില്ല, പണിക്ക് പോകണില്ല, അവനൊന്നും കൊണ്ടുവരുന്നില്ല പറഞ്ഞപ്പോൾ ഇവിടെ അമ്മ മുരളി അരി കൊടുന്നെന്നും പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അരി സാധനങ്ങൾ ഇത്ര കാലം ഇവൻ കൊടുന്നിട്ടില്ലല്ലോ, അപ്പോൾ അവന് പണിക്ക് പോകാത്തതുകൊണ്ടാണ് അവൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ തിന്നണേന് പറയുകയാണ്. അതുകൊണ്ട് അവൻ പോയി സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുന്ന് അതിൻ്റെ പേരിലായി അടുത്ത പ്രശ്നങ്ങൾ. അപ്പോൾ എന്താ പറയുക, എന്ത് വന്നാലും എനിക്കാണ് വിളി വരിക. കാരണം എന്താ വെച്ചാൽ എന്താ പറയുക, എല്ലാവരും അനുഭവിക്കാനുള്ളൊരു യോഗം നമുക്കാണ്. അപ്പോൾ നമ്മൾ ഓരോ സമയത്ത് അനുഭവിക്കേണ്ടത് നമ്മൾ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. എല്ലാവരും വേണം ഞാൻ കേൾക്കുക. ഞാനേ ഒരു പ്രശ്നത്തിലിരിക്കുന്ന വ്യക്തിയാണ്. നമ്മളെ പ്രശ്നങ്ങൾ കാണാനും കേൾക്കാനും ആരുമില്ല. എനിക്ക് ഈ ഒരു പ്രശ്നം കാരണം എൻ്റെ കുട്ടിക്ക് ഈ ഒരു വർഷം മാർക്കും ഇല്ല. അതിൻ്റെ പഠന കാര്യങ്ങളൊക്കെ ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു, സ്കോളർഷിപ്പ് കിട്ടൂല. ഇത്രയും കാലം